മെറ്റയ്ക്കും വാട്സാപ്പിനും കർശന മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യത വെച്ച് കളിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ഡാറ്റ പങ്കിടലിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും കൂടുതൽ തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. സായ് കുമാർ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സായി, സ്വകാര്യത സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ വെള്ളം ചേർക്കുന്നു എന്ന വിമർശനം മെറ്റയ്ക്കെതിരെയൊക്കെ നേരത്തെയും ആക്ഷേപങ്ങളായി ഉയർന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ, രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യം വിട്ടു പോയിക്കോളൂ എന്ന തരത്തിൽ തന്നെ, കർശന സ്വഭാവത്തിൽ തന്നെ കോടതി ഈ വിഷയത്തെ കണ്ടതുമാണ്. ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് എന്താണ് സായ് കുമാർ? റിജിത്ത്, രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യത അവകാശത്തെ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരം ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഇന്ന് മെറ്റയ്ക്കെതിരെ ഉണ്ടായത്. ഇന്ത്യൻ പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് മെറ്റയ്ക്കും വാട്സാപ്പിനും സുപ്രീം കോടതി കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയത്. വാട്സാപ്പിന്റെ വിവാദമായ 2021 സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം ഈ ടെക് ഭീമന്മാർക്കെതിരെ ഉണ്ടായത്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യം വിട്ട് പോയിക്കൊള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള മുന്നറിയിപ്പ്, ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് കോടതി ഇന്ന് സംസാരിച്ചത്. നിങ്ങൾക്ക് സ്വകാര്യത വെച്ച് കളിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ ഈ ടെക് ഭീമന്മാരോട് കോടതി പറയുന്നുണ്ട്. ഡാറ്റയുടെ ഒരക്കം പോലും, പൗരന്മാരുടെ ഡാറ്റയുടെ ഒരക്കം പോലും കൈമാറാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ടവരും നിരക്ഷരരുമായ ആളുകൾക്ക് വാട്സാപ്പിന്റെ സങ്കീർണമായ സ്വകാര്യതാ നയങ്ങൾ മനസ്സിലാക്കുന്നതിലടക്കം വലിയ പ്രയാസങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇവർ ചൂഷണം ചെയ്യുന്നത് എന്ന് പറയുന്നു. ബീഹാറിലെ ഗ്രാമങ്ങളിൽ കഴിയുന്നവരോ തമിഴ് മാത്രം സംസാരിക്കുന്ന വഴിയോര കച്ചവടക്കാരോ എങ്ങനെയാണ് നിങ്ങളുടെ ഇത്തരം സങ്കീർണമായ നയങ്ങൾ, സുരക്ഷാ നയങ്ങൾ മനസ്സിലാക്കുക എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം വാട്സാപ്പിന്റെ ഓപ്റ്റ് ഔട്ട് വ്യവസ്ഥയെയും കോടതി നിശിതമായി വിമർശിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അതിസങ്കീർണമാണ് വാട്സാപ്പിന്റെ പല വ്യവസ്ഥകളും എന്ന് കോടതി ഇന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇത് ഒക്കെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനുള്ള ഒരു മാന്യമായ മാർഗമായി ഇവർ അവലംബിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യത എന്നുള്ളത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അത് ഒരു കാരണവശാലും മോഷ്ടിക്കാൻ കഴിയില്ല എന്ന കർശനമായ നിർദ്ദേശം തന്നെയാണ്, മുന്നറിയിപ്പ് തന്നെയാണ് ഈ ടെക് ഭീമന്മാർക്ക് സുപ്രീം കോടതി നൽകിയത്. ശരി, സായ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.